അപ്പോൾ ഫസ്റ്റായിട്ട് ഇതുപോലൊരു ആൻറ്റിക് ടച്ചുള്ളൊരു നെക്ലേസാണ് കേട്ടോ. അതിൻ്റെ കൂടെ സെറ്റാണ് ഈ കമ്മൽ. ഇത് കമ്മലിനെക്കാട്ടും കുറച്ചും കൂടി എനിക്ക് ഇഷ്ടം തോന്നിയത് ഈ നെക്ക് പീസാണ് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നെക്ലേസാണ്. സാരിയുടെ കൂടെ ഒക്കെ ഇടാൻ പറ്റുന്ന ഒരു നെക്ലേസാണ്. നെക്സ്റ്റ് ഇതുപോലത്തെ ഒരു നെക്ലേസാണ്. അപ്പോൾ ഇത് വന്നിട്ട് റെഡ് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിലാണ് ഈ ഒരു നെക്ലേസ് വന്നിട്ട്. ഇത് നമുക്ക് ചോക്കറായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ഇത് രണ്ടും സെപ്പറേറ്റ് ആണ്. ഇതിൻ്റെ കമ്മലല്ല കേട്ടോ. ഇതിൻ്റെ കമ്മൽ സിമ്പിളാണ്. ഇപ്പോൾ ട്രഡീഷണൽ ഔട്ട്ഫിറ്റിൻ്റെ ഒക്കെ കൂടെ നല്ല മാച്ച് ചെയ്ത് പോകുന്ന ഒരു നെക്ലേസ് ആണ് കേട്ടോ. ഇത് വേണമെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇടാം. ഇപ്പോൾ ഇയറിംഗ് മാത്രമായിട്ട് അങ്ങനെ ഇടാം, ചോക്കറായിട്ട് വേണമെങ്കിൽ അങ്ങനെ വന്നിട്ട് ഇതുപോലൊരു ലക്ഷ്മിയുടെ ഒരു നെക്ലേസ് ആണ് കേട്ടോ. ഇത് കുറച്ചും കൂടി ഹെവിയാണ്, മറ്റേതിനായിട്ടും കുറച്ചുകൂടി ഹെവിയാണ്. ഇതിൻ്റെ കമ്മൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് ഞാൻ ഇതുപോലെ ഒരു ആൻറ്റിക് ജിംക്ക ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിട്ടുണ്ട്. ട്രഡീഷണൽ ഔട്ട്ഫിറ്റിൻ്റെ കൂടെ ഇത് സെറ്റ് മാച്ച് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു ജ്വല്ലറി ആട്ടോ. അപ്പോൾ നെക്സ്റ്റ് വന്നിട്ട് ഇതുപോലെ ഒരു ജ്വല്ലറി സെറ്റാണ്. ഇത് രണ്ടും സെറ്റാണ് കേട്ടോ. അപ്പോൾ നെക്ലേസും ജിംക്ക ഇത്തിരി ഹെവിയാണ്, നല്ല രസമാണ് കേട്ടോ രണ്ടും. അപ്പോൾ നല്ലൊരു ആൻറ്റിക് ഷെയ്ഡാണ് ഇതിന് വരുന്നത്. ട്രഡീഷണൽ ഔട്ട്ഫിറ്റിൻ്റെ കൂടെ പക്ക മാച്ച് ചെയ്യുന്ന ഒരു ജ്വല്ലറി സെറ്റാണ് കേട്ടോ. എനിക്ക് ഇതുവരെ കാണിച്ചാൽ ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സെറ്റ് തന്നെയാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ, ബൈ ബൈ, സീ യു.